ഹായ്, എൻ്റെ പേര് ദീക്ഷിത്. ഞാൻ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ലൈസൻസ്ഡ് ആർക്കിടെക്റ്റാണ്. എൻ്റെ വീട് കണ്ണൂരാണ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ എങ്ങനെ വീട് നിർമ്മിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യണം ഒരു വീട് വെക്കുമ്പോൾ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 3 മാസം അതിശക്തമായ മഴയും 3 മാസം അതിശക്തമല്ലാത്ത നല്ല രീതിയിലുള്ള മഴയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തുള്ള വീടുകൾ നോക്കുകയാണെങ്കിൽ അതിൽ 4 കെട്ട്, 8 കെട്ട്, 16 കെട്ട് അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് വലിയൊരു ഇതായിട്ടാണ് ഉണ്ടായത്. പിന്നെ അതിന് ശേഷം അണുകുടുംബത്തിൻ്റെ ആ ഒരു സ്റ്റേജ് ആരംഭിച്ചപ്പോൾ കൺസ്ട്രക്ഷൻ ടെക്നിക്കുകൾ മാറിയെങ്കിലും ആ ഒരു സ്റ്റൈല് മാറിയിട്ടില്ല. അതായത് മരവും കല്ലും പിന്നെ ചുണ്ണാമ്പ് വെച്ചുള്ള തേപ്പും പിന്നെ സ്ലോപ്പ് റൂഫും എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ വരവ് വന്നത്. ആ കോൺക്രീറ്റിൻ്റെ വരവ് വന്നപ്പോൾ നമുക്ക് പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണ്ട് ചെയ്ത പോലത്തെ കുറേ ടെക്നിക്കുകളും കാര്യങ്ങളെല്ലാം മാറി. അതായത് നമ്മളിപ്പോൾ കുമ്മായം എന്ന് പറയുന്ന കുമ്മായ തേപ്പ്, ലൈം പ്ലാസ്റ്ററിംഗ് എന്നൊക്കെ പറയും. ഈ സാധനം മാറി നമ്മുടെ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് വന്നു. സിമെൻറ്റ് പ്ലാസ്റ്ററിങ്, കോൺക്രീറ്റ് വന്നു. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തുള്ള ജനലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് വിൻഡോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ടാവും. എയർ വെൻറ്റിലേഷൻ തന്നെ അതിനകത്ത് തന്നെ ഉണ്ടാവും. എയർ അകത്തേക്ക് കയറി വരാനും എയർ പുറത്തേക്ക് പോകാനും എല്ലാം. പിന്നീട് ഈ കോൺക്രീറ്റ് വന്ന ടൈമുണ്ടായ ഈ വിൻഡോസും ഡോർസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക മിനിമൽ ആ ഒരു സ്റ്റൈലിലേക്കാണ് വന്നത്. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഈ മഴയും വെയിലും ചൂടും ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ചുമരിൻ്റെ മേലെ, ഈ വോളിൻ്റെ മേലെ പൂപ്പൽ, പായൽ ഇങ്ങനത്തെ സാധനമൊക്കെ വരുന്നത് നമുക്ക് കാണാം പുറത്ത്. അതേപോലെ തന്നെ അകത്തും ഈ മഴക്കാലത്ത് നിങ്ങൾ വെറുതെ ചുമരൊക്കെ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വാട്ടർ കണ്ടൻറ്റ് അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ജനൽ കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് യൂട്ടിലൈസ് ചെയ്യാണ്ടിരിക്കരുത്. അത് എങ്ങനെയായി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി പോയി ജനൽ തുറക്കാനൊന്നും പോകുന്നില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ പണ്ടത്തെ ആ ഒരു വിൻഡോസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഒരു പോർസ് ഉണ്ടാവും. മീൻസ് അത് ഓപ്പൺ ആക്കി വെച്ചതിനെ കൊണ്ട് വേറെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ജനൽ എന്ന് പറഞ്ഞാൽ ഫുൾ എയർ ടൈറ്റ് ആണ്. എയർ ടൈറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഒരു ശരാശരി മനുഷ്യൻ്റെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് വെള്ളം, വായു, വെളിച്ചം. ഈ 3 സാധനം അത് നമ്മൾ കൃത്യമായി നമ്മൾ കൺസ്യൂം ചെയ്യണം. ആ കൺസ്യൂമിങ് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണില്ലെങ്കിൽ അതും റിലേറ്റഡ് ആയിട്ട് പല രോഗങ്ങളും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പറയുന്ന വാസ്തുദോഷമാണെന്ന് പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നുണ്ടാവും. ശരിക്കും വാസ്തുദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവേണ്ട വലിയൊരു കാര്യമല്ല. നിങ്ങൾ ഈ ഒരു വീടെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അതായത് കാറ്റും വെളിച്ചവും എല്ലാം കൃത്യമായി കടന്നു പോകാനും അകത്തേക്ക് കയറി വരാനും ഈ അകത്തുള്ള എയർ എങ്ങനെ ഫിൽട്ടർ ആവും എന്ന് നമ്മൾ കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ലൈറ്റ് അകത്തേക്ക് മാക്സിമം എമൗണ്ടിൽ കയറാൻ പറ്റുന്ന ടൈപ്പിൽ, അപ്പോൾ നിങ്ങൾക്ക് ലിവിങ് സ്പേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സ്പേസ് നിങ്ങൾ നോക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഈ വെള്ളം ഈ ചുമരിലൊക്കെ ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ടാകുന്ന പ്രശ്നം, അതുവഴി ഉണ്ടാകുന്ന ആ ഒരു സൂര്യപ്രകാശം, ആ ഒരു ചൂടും അകത്തൂടെ കയറി പോകുമ്പോൾ അതങ്ങനെ ആ ഒരു ബാക്ടീരിയ നശിക്കപ്പെടും. നിങ്ങൾ ഒരു വലിയ വീടെടുത്ത് അതിനകത്ത് ലൈറ്റൊന്നും കയറുന്നില്ലെങ്കിൽ അതിനകത്ത് പല ബാക്ടീരിയാസ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ബാക്ടീരിയ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട, നമ്മുടെ ഡ്രസ്സുകളിൽ നിന്ന് വരും, ബുക്കുകൾ, പേപ്പർ, ഇങ്ങനത്തെ പല 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 സാധനങ്ങളിൽ നിന്ന് ബാക്ടീരിയാസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നശിപ്പിക്കാൻ നമ്മുടെ
സൂര്യപ്രകാശം അഥവാ സൺലൈറ്റ് എന്ന് പറഞ്ഞ സാധനത്തിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സൺലൈറ്റിനെ എങ്ങനെയാലും അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യണം, നിങ്ങൾ ഭാഗമാക്കി മാറ്റണം. പണ്ടത്തെ ഈ വാസ്തുശാസ്ത്രമായാലും അങ്ങനത്തെ തച്ചുശാസ്ത്രമായാലും എല്ലാം അവർ ഫോളോ ചെയ്ത കാര്യം അതാണ്. ഈ 4 കെട്ട് 8 കെട്ട് അത് ഒരു എസ്തെറ്റിക്കൽ പർപ്പസ് മാത്രമല്ല അതിനുണ്ടായത്, ഇതുപോലുള്ള ഒരു ഫിൽട്രേഷൻ പ്രോസസ്സാണത്. അതായത് ഇപ്പം നമ്മളൊരു വീടിനെ ഒരു മനുഷ്യൻ്റെ ബോഡി ആയിട്ടാണ് അവർ കോൺസെപ്റ്റായിട്ട് എടുത്തിട്ടുണ്ടായത് ഈ വാസ്തുശാസ്ത്രത്തിൽ. അപ്പോൾ നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റവും നമ്മുടെ സ്റ്റൊമക്കായാലും നമ്മുടെ കിഡ്നി ആയാലും ഇതിനും ഇതുപോലെ തന്നെ പ്രധാനമായി സ്ഥാനങ്ങൾ നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ എന്താണോ കുറച്ച് കല്ലും കുറച്ച് കോൺക്രീറ്റും ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തതാണ്, നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തത്, നമ്മൾ തന്നെയാണ് ചെയ്തതെന്നില്ല ആരോടോ മുന്നിൽ വാശി തീർക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ ആരായാലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെയ്ത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വന്നിട്ട് പറഞ്ഞ് ഇതിപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുക അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവർ വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിൽ നിന്ന് 2018 അവർ വീടെടുത്തതാണ്. അതുപോലെ ഈ കല്ല് വെക്കുന്ന മേസ്ത്രീനെ എടുക്കുന്നതാണ് അവർ പ്ലാൻ വരച്ചത്. അങ്ങനെ അവർ പ്ലാൻ വരച്ചു വീടെടുത്തു. ഞാനവിടെ പോയി നോക്കുമ്പോൾ വീട്ടിൽ അനാവശ്യമായി ഒരുപാട് കട്ടിങ്ങുകൾ ഇതെല്ലാം ഒരുപാട് കട്ടിങ് ഉണ്ടായി. പിന്നെ ഒന്നും കറക്റ്റായിട്ട് പ്ലാന് കാര്യങ്ങളൊന്നും അലൈൻഡ് ആയിരുന്നില്ല. അതായത് അവർക്കിപ്പം മേലത്തെ നില എടുക്കാം, മേലത്തെ നില എടുക്കുമ്പോൾ ഇപ്പോൾ മേലെ ഫുള്ള് റീസ്ട്രക്ചറിങ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ മേലെ എടുക്കുന്നുണ്ടോ ഇല്ലയോ അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുമ്പോൾ മേലെയുള്ളത് കാര്യമടക്കം പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ നല്ലൊരു ആർക്കിടെക്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ആ കൺസ്ട്രക്ഷൻ അത് ഏത് ടൈപ്പ് വേണം, അത് എത്ര കാലം നീണ്ടു നിൽക്കണം എന്നുള്ള കാര്യം നോക്കുന്നത് ഒരു സിവിൽ എഞ്ചിനീയറാണ്. ആ ഭാഗവും നിങ്ങൾ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എസ്തെറ്റിക്സ് ആണ്. കേരളത്തിൻ്റെ ആ ഒരു എസ്തെറ്റിക്സ്, പണ്ടത്തെ ഒരു എസ്തെറ്റിക്സ് എടുത്തു നമുക്കിപ്പോൾ കേരള വീട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം, കേരളത്തിന് എടുക്കണ്ട ഒരു വീട്ടേക്ക് നമുക്കിപ്പോൾ അറബ് കൺട്രീസിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ തന്നെ അറബ് നാട്ടിലെ ആ ഒരു വീടിൻ്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ വലിയ ബോക്സ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൂട് കൂടുതലാണ്, മഴ കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മഴ കൂടുതലാണ്. ചൂടില്ല എന്നൊന്നും പറയുന്നില്ല, ചൂടുണ്ട്, പക്ഷേങ്കിൽ മഴയുണ്ട് ഇവിടെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6 മാസത്തോളം മഴ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു സാധനം എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ പുതിർത്ത് വെക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് വരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ നല്ലൊരു പ്രോപ്പർ പ്ലാനിങ്ങിൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റൊരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ എത്ര ചെറിയ സ്പേസ് ആയാലും എത്ര വലിയ സ്പേസ് ആയാലും, സ്പേസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ വീടാണോ, അത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് കറക്റ്റായിട്ടുള്ള സൂര്യപ്രകാശവും എയർ സർക്കുലേഷനും എല്ലാം കറക്റ്റാക്കി വെക്കുക. ഓരോ റൂമിൻ്റെ സൈസിലും ഒരു ഇത്ര വലുപ്പമുള്ള വിൻഡോസ് കാര്യങ്ങൾ ഒക്കെ വേണമെന്ന് ഒരു കണക്കുണ്ട്. അതിനെ പറ്റി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും കൂടി ചുരുക്കി പറയാം. ഞാൻ ഒരുപാട് വീഡിയോ ലെങ്തായി പോയിട്ടുണ്ട്. അതായത് നിങ്ങൾ പ്രോപ്പറായിട്ട് എയർ വെൻറ്റിലേഷനും ലൈറ്റിങ്ങും പ്രോപ്പറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇത് കാരണം അനാവശ്യമായി വരുന്ന അസുഖങ്ങൾ പോലും നിങ്ങൾക്ക് തടയാൻ പറ്റും. പിന്നെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ മൂഡ് വരെ അതിൽ ഡിപ്പെൻഡായി ചേഞ്ചായി ഹാപ്പിയായി ഇരിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് ആരും ഇതിനെ നിസ്സാരമായി കണ്ട് തള്ളിക്കളയേണ്ട ഒരു ആവശ്യമില്ല, സീരിയസ് ആയി എടുക്കേണ്ട ഒരു വിഷയമാണ്. സോ ഞാനിത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പറഞ്ഞ വീഡിയോ ലൈറ്റിംഗ് ആൻഡ് വെൻറ്റിലേഷനെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ അടുത്തതായി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.